കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ, എൻ്റെ പേര് രാഖി. ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. കഴിഞ്ഞ 2 സൈക്കിൾസിലെയും പോലെ തന്നെ ഇപ്രാവശ്യവും ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇഗ്നോ എക്സാം എഴുതുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് MBA ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പർ ആയിട്ടുള്ള MMPC 001 എന്ന് പറയുന്ന പേപ്പറാണ്. ഈ വരുന്ന 20-ാം തീയതി അതിന്റെ എക്സാം ആണ്. അപ്പോൾ എക്സാം പ്രിപ്പറേറ്ററി പാർട്ടില് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇഗ്നോർ ഒരു എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓൾമോസ്റ്റ് എപ്പോഴും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് കറണ്ട് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലുള്ള ഒരു പഠനത്തിന് ഇഗ്നോർ വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന പുതിയൊരു ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് അധികം താമസിയാതെ ജൂലൈ 24 ജോയിൻ ചെയ്തിട്ടുള്ള ഈ വരുന്ന ഡിസംബർ 2024 എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ഇഗ്നോ മുൻകാല ചോദ്യപേപ്പറുകളുടെ അനാലിസിസ് പാർട്ടിലോട്ട് പോവാം. അപ്പോൾ തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് MBAയുടെ പേപ്പർ ആയിട്ടുള്ള MMPC 001 എന്ന് പറയുന്ന പേപ്പറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയാം. അതായത് എന്താണ് ഈ ഇഗ്നോ ഫോക്കസ് 3.0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഇഗ്നോ ഫോക്കസ് 3.0 എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഇഗ്നോയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ ആഴത്തിലുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് വേണ്ടി നടത്തി തരികയാണ്. അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഗൈഡും കൂടിയാണിത്. അതായത് ഇനി ഈ ഒരു കറണ്ട് ഇയറിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് എങ്ങനെയായിരിക്കും ഇഗ്നോയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പ്രഡിക്ഷൻ, പാസ്റ്റ് ഡാറ്റ, ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ബേസിൽ നമ്മളൊരു ഫ്യൂച്ചറിലേക്ക് നമ്മളൊരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം MMPC 001 എന്ന് പറയുന്ന പേപ്പർ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ പ്രോസസ് ആണ്. അപ്പൊ ഈ ഒരു PYQ അനാലിസിസ് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ എക്സാം വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ സമീപിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കും നല്ലൊരു മാർക്ക് സെക്യൂർ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഇഗ്നോ ഫോക്കസ് 3.0യുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഈ 2024 ഡിസംബർ 2024 എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ കോൺഫിഡന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇഗ്നോ ഫോക്കസ് 3.0യുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് സാധ്യമാക്കുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ട് എന്തൊക്കെയാണ് കഴിഞ്ഞു പോയിട്ടുള്ള എക്സാമിന് ഉണ്ടായിട്ടുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ബ്ലോക്കുകളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളിൽ അനാലിസിസ്, ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ അനാലിസിസ് നടത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലോട്ട് പ്രസന്റ് ചെയ്ത് തരികയും നിങ്ങൾക്ക് അപ്പോൾ ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ നോക്കേണ്ടത്. നോക്കുന്ന വഴിക്ക് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സാധ്യമാവുന്നത്. അപ്പോൾ ഈ ഒരു ഗൈഡിൽ നമ്മൾ ചെയ്യുന്നത് ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് സിലബസിനെ കുറിച്ചും സിലബസ് ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഓരോ ടോപ്പിക്കിനും എക്സാമിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഒപ്പം തന്നെ എക്സാം പ്രിപ്പറേഷൻ എഫിഷ്യൻസി, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് അതിനനുസരിച്ചുള്ള ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹൈ ഇമ്പോർട്ടന്റ് വരുന്നത് അല്ലെങ്കിൽ ഒരു കൂടുതൽ സാധ്യതയുള്ള അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതാണോ
മീഡിയം റേഞ്ചിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഏതൊക്കെയാണ്, ലോ റേഞ്ചിൽ വരുന്ന അല്ലെങ്കിൽ ലീസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസുകൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സമയം നിങ്ങൾക്ക് എന്താണ് എഫിഷ്യന്റ് ആയിട്ട് ഓരോ ടോപ്പിക്കിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അനാവശ്യമായിട്ട് കുറേ ടോപ്പിക്കുകളിൽ ഇരുന്ന് സമയം പാഴാക്കാതെ വേണ്ട ടോപ്പിക്കുകളിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനത്തിൽ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരികയാണ് ഒരു ഇഗ്നോ എക്സാം പാറ്റേണിൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടും എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ ഒരു പാറ്റേൺ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ടുള്ള ഒരു ധൈര്യം കൂടി നിങ്ങൾക്ക് എന്താണ് കിട്ടുകയാണ്. ഈ ഇതില് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുകൾ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് ഡാറ്റ കഴിഞ്ഞു പോയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എന്തിനാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഇത്ര അറിയാം. അതുപോലെ തന്നെ ഒരു സിലബസ് മാപ്പിംഗ്, അതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ നടത്തിയിരിക്കുന്നത്, ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് തരാനും എക്സാമിന് എവിടേക്കാണ് അതിന്റെ ആപ്ലിക്കബിലിറ്റി, അത് എവിടേക്കാണ് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരിക എന്നുള്ള രീതിയിലും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് നടന്നു തരുന്നുണ്ട്. വരാൻ പോകാവുന്ന പ്രോബ്ലം ആയിട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ടാർഗറ്റഡ് പ്രിപ്പറേഷൻ ആക്കി മാറ്റാൻ പറ്റും. ഇനി ഒരു ഡോക്യുമെന്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഇൻട്രഡക്ഷൻ പാർട്ട് കണ്ടു. ഇനി നമ്മൾ കടന്നു പോകുന്നത് ഒരു സിലബസ് മാപ്പിംഗ് എങ്ങനെയാണ്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ്, എക്സാം റെലവെന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ ബ്ലോക്കുകളും യൂണിറ്റുകളും ടോപ്പിക്കുകളും നമ്മൾ കാണാൻ പോവുകയാണ്. ഏതൊക്കെ ബ്ലോക്കുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്, ഏതൊക്കെ യൂണിറ്റ്സിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ഫോർമാറ്റുകൾ അനലൈസ് ചെയ്ത് തരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ്, അതുപോലെ തന്നെ ഇഗ്നോർഡ് അസസ്മെന്റ് സ്റ്റൈൽ എങ്ങനെയാണ്, അതിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരികയാണ്, പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, വരാൻ പോകുന്ന ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് കൂടുതൽ പ്രോബിലിറ്റി ഉള്ളത്, ഒരു പ്രൊഡിക്ഷൻ അനാലിസിസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിലോട്ട് തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരു ആൻസർ ഗൈഡ് ബുക്ക് തരുന്നുണ്ട്. എന്തൊക്കെ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയയും നമ്മൾ തരുന്നുണ്ട്. ഇതിൽ അവസാനം പറഞ്ഞിരിക്കുന്ന 7th പോയിന്റ്, മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ, ലേൺവൈസിലെ ലേണേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ ആണ്. ലേൺവൈസിലെ ലേണേഴ്സിന് അറിയാം, നമ്മൾ ഈ ഇഗ്നോയുടെ ഡിസംബർ 2024 എക്സാമിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മളൊരു മോഡൽ എക്സാം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നടത്തിയിരുന്നു. അപ്പൊ അത് അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ തന്നെ അതിന്റെ ഗൈഡ് ബുക്ക് മാപ്പിൽ അവൈലബിൾ ആക്കിയിരുന്നു. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് എന്തൊക്കെ കീ പോയിന്റ്സുകളാണ് നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചൊരു സെക്കൻഡ് ടൈമായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലേൺവേഴ്സിലെ ലേണേഴ്സിന് മോഡൽ ആൻസേഴ്സും ഇവാലുവേഷൻ ക്രൈറ്റീരിയയും കിട്ടും. അപ്പൊ അതിലെ കീ ടോപ്പിക്കുകൾ ഏതൊക്കെയാണോ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറിൽ ആ കീ പോയിന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി ശ്രദ്ധിക്കണം. ഇനി എന്താണ് ഒരു പ്രൊഡിക്റ്റീവ് അനാലിസിസ് നടത്തുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് മോഡൽ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ടാർഗറ്റഡ് പ്രിപ്പറേഷൻ ആക്കി മാറ്റാൻ പറ്റും. കാരണം നമുക്കറിയാം, നമ്മളിപ്പോ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ, എന്താ വിരലിലെണ്ണാവുന്ന കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഒരു സ്റ്റുഡന്റ് ആയി തന്നെ ഇരിക്കുന്നത്. പക്ഷെ മറ്റു പലരും ഒരുപാട് എൻഗേജ്മെന്റ്സിന്റെ ഇടയിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഇഗ്നോറിങ് ഒരു ഡിസ്റ്റൻസ് കോഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ബ്രോഡായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള എല്ലാ പോയിന്റ്സുകളിലൂടെയും ഇൻഡെപ്ത് ആയിട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഉള്ള സമയം അവർക്ക് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മളൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈ റെലവെന്റ് ഏരിയ ഏതൊക്കെയാണ്, ഹൈ പ്രോബിലിറ്റി ഉള്ള ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അതിനവർക്ക് അവരുടെ കൂടുതൽ ടൈമും എഫേർട്ടും അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഇൻസൈറ്റ് കിട്ടുകയാണ്. ഒരു നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇട്ട് തരുമ്പോൾ നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു കൂടുതൽ നിങ്ങളുടെ ഒരു അടുത്ത ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഒരു മോഡൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എങ്ങനെ എത്രമാത്രം സമയം അലോക്കേറ്റ് ചെയ്യണം, എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഞാൻ ആൻസർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഐഡിയാസുകൾ കിട്ടും. അപ്പൊ എങ്ങനെയാണ് ഞാൻ ആൻസർ ചെയ്യേണ്ടത്, ഏതൊക്കെ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്താലാണ് എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ ലഭിക്കും. ഇനി MMPC 001ന്റെ കോഴ്സ് സ്പെസിഫിക് റിലവൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. MMPC 001 എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷണൽ കോഴ്സാണ്, ഒരു കോഴ്സാണ്. ഇവിടെ നമ്മളൊരു മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ പ്രോസസ് എന്നാണ് ആ സബ്ജക്റ്റിന്റെ പേര്. ഇതില് കൂടുതലായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്ന മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ്. പ്ലാനിങ് എന്താണ്, ഓർഗനൈസിങ് എന്താണ്, സ്റ്റാഫിംഗ് എന്താണ്, ഡയറക്ടിങ് എന്താണ്, അങ്ങനെ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഓരോ കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റി തരുന്നതിനോടൊപ്പം തന്നെ ഓരോ കോൺസെപ്റ്റിനും ഉള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു MPC 001 എന്ന് പറയുന്ന പേപ്പറിന് ഒരു മാനേജ്മെന്റ് രീതിയിൽ അത്രയും റെലവെന്റ് ആയിട്ടുള്ളൊരു സബ്ജക്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗൈഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നിങ്ങളുടെ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ സാധിക്കട്ടെ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ്, പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടേ എന്നുള്ളത് പാർട്ടിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. MPC 001ന്റെ സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്ന പാർട്ടിലോട്ട് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് 3 എന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ബ്ലോക്ക് 3യിലെ കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന കൺട്രോൾ പ്രോസസ്സ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്. ഹൈ ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറയുന്ന 5 ടോപ്പിക്കുകളും ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ബ്ലോക്ക് 3യിലെ കൺട്രോളിംഗ്, ബ്ലോക്ക് 3 തന്നെ ലീഡിംഗ് ആൻഡ് മോട്ടിവേഷൻ, ബ്ലോക്ക് 1ലെ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ. അതില് ബ്ലോക്ക് 3യിലെ കൺട്രോളിംഗിലെ കൺട്രോൾ പ്രോസസ്, ദെൻ അതാണ് ഏറ്റവും കൂടുതൽ 12 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ തൊട്ടടുത്ത് തന്നെ ബ്ലോക്ക് 3യിലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് 11 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 1ലെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് 10 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 2ലെ സ്റ്റെപ്സ് ഓഫ് പ്ലാനിംഗ് ഫംഗ്ഷൻ 9 തവണ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1ലെ മാനേജറിയൽ റോൾസ് 8 തവണ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4ലെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ 8 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ബ്ലോക്ക് 1ലെ മാനേജറിയൽ റോൾസ് അല്ലെങ്കിൽ ബ്ലോക്ക് 4ലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന വരെയുള്ള പാർട്ടുകൾ എന്താണ്, ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസുകളാണ്, കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ തന്നെ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ഇത്രയും ഏരിയാസിൽ നിന്ന് തന്നെ എന്താണ് ഒരുവിധം എന്താണ് മാർക്കിലുള്ള ക്വസ്റ്റ്യൻസുകൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ മീഡിയം റേഞ്ചിൽ വരുന്ന ഏതൊക്കെയാണ്, ഇമ്പാക്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ബ്ലോക്ക് 2ലെ ഒരു ടോപ്പിക്കാണ്. പെർസ്പെക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് ബ്ലോക്ക് 1ലെയാണ്.
സ്ട്രാറ്റജീസ് ടു ഓവർകം റെസിസ്റ്റൻസ് ബ്ലോക്ക് 4 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് 4 ക്വസ്റ്റ്യൻ ആണ്. അത് ലോ ഫ്രീക്വൻസി ആണ്. അത് 5 തവണ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇനി നമ്മളൊരു ബാർ ഡയഗ്രാം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുകയാണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി നമ്മൾ നോക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ പ്രോസസ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ടോപ്പിക്, ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, സ്റ്റെപ്സ് ഓഫ് പ്ലാനിംഗ് ഫംഗ്ഷൻ, മാനേജറൽ റോൾസ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഇമ്പാക്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, പെർസ്പെക്ടീവ്സ് ഓഫ് മാനേജ്മെന്റ്, സ്ട്രാറ്റജീസ് ടു ഓവർകം റെസിസ്റ്റൻസ്, ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഇതാണ് എന്താണ് ഹൈ ടു ലോ എന്ന രീതിയിൽ ടോപ്പിക്കുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഏറ്റവും 50% ടോപ്പിക്കുകളും ഹൈ ഫ്രീക്വൻസിയിൽ വരുന്നതാണ്. ദെൻ മീഡിയം ഫ്രീക്വൻസിയിൽ വരുന്നത് 40% ക്വസ്റ്റ്യൻസ് ആണ്. 10% ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് ഒരു ലോ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മൾക്ക് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് നമുക്ക് നോക്കാം. ഇപ്പൊ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്, അതായത് എന്താണ് ഇഗ്നോ സിലബസ് പ്രകാരം നമുക്ക് ബ്ലോക്കുകളും യൂണിറ്റ്സുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഓരോ യൂണിറ്റ്സിലും ഓരോ ടോപ്പിക് ഉണ്ട്. ഇത് നമ്മൾ എത്ര തവണയാണ് ഓരോ ടോപ്പിക്കും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഹൈ ഇതിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, മീഡിയം റേഞ്ചിൽ വരുന്നത് ഏതൊക്കെയാണ്, ലോ ഇമ്പോർട്ടൻസ് റേഞ്ചിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ എന്താ നമ്മൾ ഇതിൽ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത്, കൺട്രോൾ പ്രോസസ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം. 10 മുതൽ 12 തവണയാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, സ്ട്രാറ്റജീസ് ടു ഓവർകം റെസിസ്റ്റൻസ്, അത് എന്താണ് ഒരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ്. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, അതാണ് എന്ത് വരുന്നത്, ലോ ഇമ്പോർട്ടൻസിൽ വരുന്നത്. ഇനി വിഷ്വൽ ഇൻസൈറ്റ്സ്, എന്താണ് ബാർ ചാർട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ടോപ്പിക്കുകളുടെയും ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു. അങ്ങനെ ബാർ ചാർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ടോപ്പിക്കുകളായുള്ള കൺട്രോളിങ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഹൈ പ്രോബിലിറ്റി ഏരിയാസുകൾ എന്ന് പറയുന്നത്. പിന്നെ പൈ ചാർട്ട് നമ്മൾ നോക്കി. പൈ ചാർട്ടിൽ നമുക്ക് മനസ്സിലായി ഹൈ ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്സുകൾ ഏകദേശം എന്താണ് 40% റേഞ്ചിൽ വരുന്നുണ്ട്. 40 അല്ലായിരുന്നു, 50% വരുന്നില്ലേ, 50%ഓളം വരുന്നുണ്ടായിരുന്നു. ദെൻ മീഡിയം റേഞ്ച് വരുന്നത് 40%, ദെൻ 10% ലോ കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്താണ്, കൺട്രോൾ പ്രോസസ് യൂണിറ്റ് 7 വരുന്ന കൺട്രോൾ പ്രോസസ്, യൂണിറ്റ് 8 ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ്. പിന്നെ യൂണിറ്റ് 4 ആയിട്ടുള്ള സ്റ്റെപ്സ് ഓഫ് പ്ലാനിംഗ് ഫംഗ്ഷൻ, ഇമ്പാക്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി യൂണിറ്റ് 5, അതൊരു മോഡറേറ്റ് റേഞ്ചിൽ വരുന്നതാണ്. ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള യൂണിറ്റ് 11 എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീസ്റ്റ് ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ലീസ്റ്റ് ഇമ്പോർട്ടന്റിൽ വരുന്നതാണ്. അതിനർത്ഥം അത് നോക്കരുത് എന്നല്ല, നിങ്ങൾക്കുള്ള സമയങ്ങളിൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിലായി കൊടുക്കാൻ, അതായത് ലോ ലെവലിൽ വരുന്നതിന് നിങ്ങൾക്കൊരു 1 അവർ ആണ് നിങ്ങളുടെ കയ്യിൽ ഫ്രീ എങ്കിൽ ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസിന് ഒരു ഹാഫ് ആൻ അവറും, ഒരു പ്ലാനിങ് മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു 15 മിനിറ്റ്സ് എന്ന രീതിയിലും, മറ്റേതൊരു 10 മിനിറ്റ്സ് എന്ന രീതിയിലും, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസിലോട്ട് പോവാം. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് 5 തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് വരുന്നത്. എസ് എ ടൈപ്പ്, ഷോർട്ട് നോട്ട്സ്, കേസ് സ്റ്റഡീസ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, ക്രിട്ടിക്സ്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ തവണ വരാറുള്ളത്. 45 ആണ് തവണ എന്താണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ എനിക്ക് 45 ക്വസ്റ്റ്യൻസോളം എസ് എ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. 20 മാർക്കിനാണ് എസ് എ ടൈപ്പിന്റെ ഇത് വരുന്നത്. ഷോർട്ട് നോട്ട്സ് 10 മാർക്കിനാണ് വരാറുള്ളത്. കേസ് സ്റ്റഡീസ് 20 മാർക്കിനാണ് വരുന്നത്. കേസ് സ്റ്റഡീസിന് 20 മാർക്കിന്റെ അലോക്കേഷൻ വരാറുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്, ക്രിട്ടിക്സ് വരുന്നുണ്ട്. ഇപ്പൊ ബ്ലോക്ക് 1 എന്താണ്, യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, ആ 3 യൂണിറ്റിൽ നിന്ന് ഏകദേശം 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 4, യൂണിറ്റ് 5 ഏകദേശം 25 മാർക്കോളം ചോദ്യങ്ങൾ വരുന്നത് അതിൽ നിന്നാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 6, യൂണിറ്റ് 7, യൂണിറ്റ് 8 35 മാർക്കോളം ചോദ്യം വരുന്നത് ആ ഒരു ബ്ലോക്കിൽ നിന്നാണ്. 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ബ്ലോക്ക് 4 നിന്ന് വരുന്നത്. ഇപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് ഏറ്റവും കൂടുതൽ തവണ എന്ന് പറഞ്ഞു. ദെൻ അതിന്റെ താഴെ ഷോർട്ട് നോട്ട്സ്, ദെൻ കേസ് സ്റ്റഡീസുകൾ, ദെൻ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുകൾ, ദെൻ
എന്താണ് ഫ്രീക്വൻസി ആണ് പറയുന്നത്. ദെൻ ക്രിട്ടിക്സ്. അപ്പൊ അതില് ബ്ലോക്ക് 3 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക്. ദെൻ ബ്ലോക്ക് 1, ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 4. നമുക്ക് എസ്സെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ എക്സാമ്പിൾ അല്ലെങ്കിൽ എസ്സെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. എസ്സെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, കുട്ടികൾ അവരുടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവരെ ലോങ് രീതിയിൽ വലിയൊരു എക്സ്പ്ലനേറ്റീവ് രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, അവർ എഴുതാനായിട്ട്. അവർക്ക് ആ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലായുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, എസ്സെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പറയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇതില് എന്താണ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ആൻഡ് ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്. 20 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരാം എന്നാണ് പറയണത്. ഏകദേശം എന്താണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏകദേശം 45% എസ്സെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് എന്ത് ചെയ്യാണ് വരുന്നത്. ഇനി ഷോർട്ട് നോട്ട്സ് എങ്ങനെയാണ്, അത് വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ ഷോർട്ട് നോട്ട്സിൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ ഓർഗനൈസേഷൻ എത്തിക്സ് ആൻഡ് മാനേജ് ഗ്രിഡ് തിയറി. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഏകദേശം 30% എന്താണ് ഷോർട്ട് നോട്ട്സ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഷോർട്ട് നോട്ട്സിന് 10 മാർക്സ് ഒക്കെയാണ് എന്ത് വരാറുള്ളത്, ക്യാരി ചെയ്യുന്നത്. കേസ് സ്റ്റഡീസ് എന്താണ്, ഒരു റിയൽ വേൾഡിലുള്ള ഒരു സിനാരിയോ നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങൾ അതിനെ വായിച്ച് അതിനെ അപഗ്രഥിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെയാണ് അതിന്റെ ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, നമ്മൾ പഠിച്ചുള്ള തിയറീസുകൾ എവിടെ അപ്ലൈ ചെയ്താലാണ് അതിന്റെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കണം. അപ്പൊ അനലൈസ് ദ ലീഡർഷിപ്പ് സ്റ്റൈൽസ് പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് മോഡേൺ ബാങ്ക് ലിമിറ്റഡ്. ഒരു ബാങ്കിന്റെ ഒരു സിനാരിയോ തന്നിട്ട് മോഡേൺ ബാങ്ക് ലിമിറ്റഡിന്റെ എന്താണ് ലീഡർഷിപ്പ് സ്റ്റൈൽസുകൾ നിങ്ങളോട് എഴുതാൻ പറയാണ്. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞിട്ട് അതിൽ എന്ത് ലീഡർഷിപ്പ് സ്റ്റൈലാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. 20 മാർക്കിനാണ്. ഏകദേശം 15% ക്വസ്റ്റ്യൻസുകളും കേസ് സ്റ്റഡീസ് എന്ന് പറയുന്ന പാറ്റേൺ എന്ന് വരാറുണ്ട്. 20 മാർക്സ് ഒക്കെയാണ് എന്താണ് കേസ് സ്റ്റഡീസിന് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാലോ എസ്സെ ടൈപ്പ് അല്ല, എന്നാൽ ഷോർട്ട് നോട്ട്സും അല്ല, ഇതിന്റെ ഒരു ഇടയിൽ നിൽക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞത്. മീഡിയം ലെങ്ത് ആൻസേഴ്സ് മതി. ഡിസ്ക്രൈബ് ദ കൺട്രോൾ പ്രോസസ് ആൻഡ് എസെൻഷ്യൽസ് ഓഫ് ഗുഡ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ. ഇനി ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാലോ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും തിയറീസിനെ കുറിച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്താനാണ്, അല്ലെങ്കിൽ പ്രോസസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കേസ് സിറ്റുവേഷനെ കുറിച്ചിട്ട്. അപ്പൊ ഇവിടെ ഒരു അതായത് നമ്മളോട് അതിനെ കുറിച്ചിട്ട് എന്താണ് ഒരു നിരൂപണം നടത്താൻ പറയാണ്. അപ്പൊ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ ഇഫക്റ്റീവ് മാനേജ്മെന്റ്. ഓക്കെ, അതൊരു ക്രിട്ടിക് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ബ്ലോക്ക് 1 പോവാം. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് ആണ്. അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും മാനേജറൽ റോൾസും ആണ്. ഇതിൽ നിന്നും കൂടുതൽ നിങ്ങളോട് ചോദിക്കുന്നത് എസ്സെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 1 നിന്നും വരുന്ന ചോദിക്കുന്ന ചോദ്യങ്ങള് എസ്സെ ടൈപ്പ് കാറ്റഗറി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, ആ ഒരു പാറ്റേണിലാണ് വരുന്ന ബ്ലോക്ക് 1 നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. ഈ ബ്ലോക്ക് 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ്ങും ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ആണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ. അതിൽ നിന്ന് കൂടുതൽ ചോദിക്കാറുള്ളത് ഷോർട്ട് നോട്ട്സ് ടൈപ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്സ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കാറുള്ളത്. ബ്ലോക്ക് 3 നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കൺട്രോളിങ് എന്താണ്, മോട്ടിവേഷൻ എന്താണ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഇതിൽ നിന്ന് കൂടുതൽ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ എസ്സെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് ഇത് വരാറുള്ളത്. ഈ ബ്ലോക്ക് 4 നിന്നോ ഓർഗനൈസേഷണൽ പ്രോസസ് എന്താണെന്നാണ്. ഓർഗനൈസേഷണൽ പ്രോസസ്സിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്
ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താണ്, മാനേജിങ് ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇതിൽ നിന്ന് ഷോർട്ട് നോട്ട്സും വരാറുണ്ട്, ക്രിട്ടിക്സും വരാറുണ്ട്. അപ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ക്യാരി ചെയ്യുന്നതാണ്. കേസ് സ്റ്റഡീസിന് കൂടുതലും വരുന്നത് ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 എന്നാണ് കേസ് സ്റ്റഡീസോട് കൂടുതൽ വരാറുള്ളത്. ഷോർട്ട് നോട്ട്സ് വരുന്നത് ഏതിൽ നിന്നാണ്, ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ലീഡർഷിപ്പ് തിയറീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഷോർട്ട് നോട്ട്സ് വരാറുള്ളത്. ഇനി നിങ്ങൾക്ക് നേരത്തെ ബാർ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മളിപ്പോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എസ് എ ടൈപ്പ് ഏകദേശം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 45% എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസോളാണ്. ഷോർട്ട് നോട്ട്സ് ഏകദേശം 30%. ഇനി ബ്ലോക്ക് വൈസിന്റെ ഒരു മാർക്ക് അലോക്കേഷൻ നോക്കുമ്പോൾ ബ്ലോക്ക് 3 മാനേജീരിയൽ പ്രോസസ് പാർട്ട് 2 അതാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരിക. ദെൻ ബ്ലോക്ക് 1. അപ്പൊ കൂടുതൽ നമ്മൾ ഹൈ വെയിറ്റേജ് കൊടുത്ത് ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് കൺട്രോളിങ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ബ്ലോക്ക് 3 അതാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ എസ് എ ടൈപ്പ് പ്രിപ്പറേഷനും നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോൺസെപ്റ്റിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കേസ് സ്റ്റഡീസോടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് എന്താണ് ഒരു അനാലിറ്റിക്കൽ സ്കില്ല് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതും നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ നോക്കുകയാണ്. അതിൽ ബ്ലോക്ക് 1 മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂല് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് വിത്ത് എക്സാമ്പിൾ. ബ്ലോക്ക് 1 തന്നെ അടുത്ത ടോപ്പിക് ആണ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് മാനേജേഴ്സ് ആസ് പെർ മിൻസ്ബർഗ് തിയറി. ബ്ലോക്ക് 2 റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്ലാനിംഗ് പ്രോസസ് ആൻഡ് ദെൻ എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ആൻഡ് ഓർഗനൈസിംഗ് വർക്ക്. ബ്ലോക്ക് 3 നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം, ഡിസ്കസ് ദ വേരിയസ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് വിത്ത് എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ ദ ഫേസസ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ബ്ലോക്ക് 4 നിന്ന് ചോദിക്കുന്നത് എന്താണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ചോയ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അപ്പൊ ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസോട് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം ആണ്. then തൊട്ട് പിറകെ വരുന്ന എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് വിത്ത് എക്സാമ്പിൾ ആണ്. പിന്നെ എന്താ ഏത് ടോപ്പിക് വരുന്ന ഡിസ്കവർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിംഗ് പ്രോസസ്. ദെൻ അതിന് തൊട്ട് പിന്നാലെ വരുന്നതാണ് എന്ത്, ഡിസ്കസ് ദ വേരിയസ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് വിത്ത് എക്സാമ്പിൾ. ദെൻ അതിനോടൊപ്പം തന്നെ ഒരുമിച്ച് വരുന്ന രണ്ട് ഇതുണ്ട്, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് മാനേജേഴ്സും എക്സ്പ്ലെയിൻ ദ ഫേസസ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും. പിന്നീട് വരുന്ന ഒരേപോലെ ഫ്രീക്വൻസിയിൽ വരുന്ന രണ്ട് ടോപ്പിക്കുകളാണ് എക്സ്പ്ലെയിൻ ദി ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഓൺ ഓർഗനൈസിംഗ് വർക്ക്, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചോയ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ദെൻ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കുറവ് തവണ മാത്രം റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഇപ്പൊ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 അങ്ങനെ മാർക്ക് അലോക്കേഷൻ നടത്തിയിരിക്കുകയാണ്. അതില് ബ്ലോക്ക് 3 നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ. ബ്ലോക്ക് 1 അതിന്റെ തൊട്ട് പിറകെയുണ്ട്, ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 4. ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾക്ക് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോളൂ ബ്ലോക്ക് വൈസ് ആയി യൂണിറ്റ് വൈസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് ബ്ലോക്ക് 1 നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് എന്താണ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് വിത്ത് എക്സാമ്പിൾ ബ്ലോക്ക് 1 തരുന്നത്. പിന്നെ ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് മാനേജേഴ്സ് ആസ് പെർ മിൻസ്ബർഗ് തിയറി. ദെൻ ബ്ലോക്ക് 2 നിന്ന് വരുന്നത് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്ലാനിംഗ് പ്രോസസ്, ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ആൻഡ് ഓർഗനൈസിംഗ് വർക്ക്. അത് രണ്ട് ബ്ലോക്ക് 2 നിന്ന് വരുന്നതാണ്. ബ്ലോക്ക് 3 നിന്ന് വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം. ബ്ലോക്ക് 3 തന്നെ ഡിസ്ക്രൈബ് ദ വാരിയസ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് വിത്ത് എക്സാമ്പിൾ. ബ്ലോക്ക് 3 നിന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫേസസ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ബ്ലോക്ക് 4 നിന്ന് വരുന്ന അടുത്ത ചോദ്യമാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചോയ്സ് ഓഫ് സ്ട്രക്ചർ. ബ്ലോക്ക് 4 നിന്ന് വരുന്ന അടുത്തൊരു ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്. പിന്നെ ഹൈ ഫ്രീക്വൻസി ഏരിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏതാണ്, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ദെൻ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ദെൻ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ ബ്ലോക്ക് 3 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മൾ തുടക്കം മുതലേ പറയുന്നതാണ് കേട്ടോ. ദെൻ ബ്ലോക്ക് 1, ദെൻ പിന്നെന്താണ് ബ്ലോക്ക് 2.
ലോ ഫ്രീക്വൻസി ഏരിയ ഏതൊക്കെയാണ്? സ്ട്രാറ്റജീസ് ടു ഓവർകം, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഇപ്പൊ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള ചാർട്ട്സുകളെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് അതിൽ വരുന്നത്. അപ്പോ ഒരു സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ കൂടുതൽ ടോപ്പിക്സുകൾ വരുന്നത് ഏതൊക്കെയിൽ നിന്നാണ്? ബ്ലോക്ക് 1-ൽ നിന്നും ബ്ലോക്ക് 3-ൽ നിന്നാണ്. ബ്ലോക്ക് 1-ലെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും ദെൻ എസെൻഷ്യൽസ് ഓഫ് എ കൺട്രോൾ സിസ്റ്റം. അപ്പൊ അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. പിന്നെ ബ്ലോക്ക് 3-ലെ നിങ്ങൾ എന്ത് ചെയ്യുക? ബ്ലോക്ക് 3-നെ പ്രയോറിറ്റൈസ് ചെയ്യുക. അതിലെ കൺട്രോളിങ്, ലീഡർഷിപ്പ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അത് നല്ല ഡെപ്ത് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. Use recurring questions as base for practice, ensuring answers are well structured and comprehensive. ഏറ്റവും കൂടുതൽ തവണ റെക്കറന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ആ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ തനിയെ തന്നെ എന്താണ് എഴുതി പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് വെൽ സ്ട്രക്ചേർഡ് ആണോ, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് റിപ്ലൈ കൊടുക്കാനായിട്ട് പര്യാപ്തമാണോ എന്നൊരു ഐഡിയ ഒക്കെ കിട്ടും. ഈ ടോപ്പിക് പ്രോബിലിറ്റിയോട് നമുക്ക് നോക്കാം. അതിൽ ബ്ലോക്ക് 1-ലെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഏറ്റവും ഹൈ പ്രോബിലിറ്റി, അല്ല സെക്കൻഡ് പ്രോബിലിറ്റി ഉള്ളത്. ദെൻ ഫസ്റ്റ് പ്രോബിലിറ്റി ഏറ്റവും കൂടുതൽ എസെൻഷ്യൽസ് ഓഫ് കൺട്രോൾ സിസ്റ്റം ആണ്. ദെൻ ബ്ലോക്ക് 1-ലെ തന്നെ മാനേജറൽ റോൾസ് വരുന്നുണ്ട്. ബ്ലോക്ക് 2-ലെ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ്, ബ്ലോക്ക് 2-ലെ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി, ബ്ലോക്ക് 3-ലെ എസെൻഷ്യൽസ് ഓഫ് കൺട്രോൾ സിസ്റ്റം, ബ്ലോക്ക് 3-ലെ ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ബ്ലോക്ക് 4-ലെ ചോയ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ബ്ലോക്ക് 4-ലെ തന്നെ സ്ട്രാറ്റജീസ് ടു ഓവർകം റെസിസ്റ്റൻസ്. ഇതാണ് എന്താണ് പ്രോബിലിറ്റി വരുന്നത്. അപ്പൊ അതിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ്, എസെൻഷ്യൽസ് ഓഫ് കൺട്രോൾ സിസ്റ്റം, ലീഡർഷിപ്പ് സ്റ്റൈൽസ്, അത് എന്താണ് ഒരു ഹൈ ഫ്രീക്വന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദെൻ മാനേജറൽ റോൾസ്, ഇമ്പാക്ട് ഓഫ് ടെക്നോളജി, ചോയ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സെക്കൻഡ് പൊസിഷൻ. ആൻഡ് തേർഡ് പൊസിഷനിൽ വരുന്നത് സ്ട്രാറ്റജീസ് ടു ഓവർകം റെസിസ്റ്റൻസ്. അപ്പോ കൂടുതൽ ക്വസ്റ്റ്യൻസുകളും ഹൈ പ്രോബിലിറ്റി ഏരിയയിലുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ മീഡിയം ഫ്രീക്വന്റ് റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതാണ്? ഏകദേശം 37.5% ആണ്. ലോ ഫ്രീക്വൻസിയിലേക്ക് പോകുന്നതാണ് 12.5%. ഇനി നമുക്ക് ഒരു ടോപ്പിക് പ്രോബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ടോപ്പിക് പ്രോബിലിറ്റിക്ക് നമ്മളൊരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞു പോയ ഡാറ്റയുടെ ബേസിൽ. അതിന്റെ ബേസിൽ നമ്മൾ എന്താണ് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്, മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്, ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയെന്ന് പറയാണ്. അതിനൊരു ജസ്റ്റിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. റീസണിങ് ബിഹൈൻഡ് ദ പ്രോബിലിറ്റി റേറ്റിംഗ് ബേസ്ഡ് ഓൺ ദ ട്രെൻഡ് ആൻഡ് സിലബസ് ഫോക്കസ്. അപ്പൊ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ദെൻ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ്, പിന്നെ എസെൻഷ്യൽസ് ഓഫ് കൺട്രോൾ സിസ്റ്റം, ദെൻ ലീഡർഷിപ്പ് സ്റ്റൈൽസ്. മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? മാനേജറൽ റോൾസ്, ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഓൺ ഓർഗനൈസിംഗ്, ചോയ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. പ്രോബിലിറ്റി ഏതാണ്? സ്ട്രാറ്റജീസ് ടു ഓവർകം റെസിസ്റ്റൻസ്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു പഠിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് നമ്മൾ പറയാണ്. ഹൈ പ്രോബിലിറ്റി ഏരിയാസിൽ നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അതായത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, കൺട്രോൾ സിസ്റ്റം ആൻഡ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. അത് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസുകളൊക്കെ സ്വയം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക, കേസ് സ്റ്റഡീസുകളൊക്കെ. പിന്നെ ബാലൻസ് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കുകൾ വരുന്നതാണ് മാനേജറൽ റോൾസും ഇമ്പാക്ട് ഓഫ് ടെക്നോളജി.
ഇവിടെ നിന്ന് കൂടുതൽ ഷോർട്ട് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. അപ്പൊ അതങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ലോ പ്രോബിലിറ്റി ഏരിയകൾ ഏതൊക്കെയാണ്? സ്ട്രാറ്റജീസ് ടു ഓവർകം റെസിസ്റ്റൻസ്. ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 3 hours ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ 20-ാം തീയതി ഒരു എക്സാം എഴുതാൻ പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുതൽ ബൂസ്റ്റ് അപ്പ് ചെയ്യുള്ളൂ. ഇപ്പൊ അത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതിന് നെഗറ്റീവായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക്നെസ്സുകൾ എവിടെയാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതിപ്പോ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ പ്രാക്ടീസ് എൻഷുർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാനും കൂടുതൽ മാർക്ക് സെക്യൂർ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പൊ എനിക്ക് മാർക്ക് കുറവാണല്ലോ, എന്റെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ കുറവാണല്ലോ എന്ന് ഡൗട്ട് അടിച്ച് നെഗറ്റീവ് വൈബിലോട്ട് പോവാതെ അതിൽ നിങ്ങൾ പോസിറ്റീവായി കാണുക. എവിടേക്കോ കുറവുകൾ ഉണ്ട്, ആ കുറവുകൾ കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാം. അപ്പൊ നമ്മൾ ഈ പ്രോബിലിറ്റിയുടെ ബേസിൽ ടോപ്പിക്കുകളുടെ റെക്കറിങ്ങിന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പരമാവധി ചെയ്യേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി വായിക്കാനായിട്ട് നോക്കുക. ഒരു കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്, ആ കേസ് സ്റ്റഡീസ് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അതിനൊരു ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കണം. ഇതില് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കേസ് സ്റ്റഡീസിന് വരാനുള്ള സാധ്യതകൾ. അപ്പൊ ഇവിടെ ഓൾറെഡി ചോദിച്ചിരിക്കുന്നത് ലീഡർഷിപ്പിന്റെ റോൾ എന്താണ്, എന്തൊക്കെയാണ് അവിടുത്തെ ABC എന്റർപ്രൈസസിന്റെ ചാലഞ്ചസുകൾക്ക് ഒരു റിസോൾവ് ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക. അപ്പൊ ഇത് ഓരോ ക്വസ്റ്റ്യൻസുകളും വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇഗ്നോ എക്സാം എഴുതുന്ന ഓരോ ലേണേഴ്സിനും ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും മെന്റർ എന്ന രീതിയിൽ എന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ആശംസകൾ നേരെയാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. MMPC 001 എന്ന് പറയുന്ന പേപ്പർ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതിലൊരു ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ എഴുതാതെ വിട്ടു പോകരുത്. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കൂ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോ ഇതുപോലെ ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് ഇനി മിസ്സാവാതെ പോകാതിരിക്കാനായിട്ട് ലേൺവൈസിന്റെ യൂട്യൂബ് പേജ് നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ അവൈലബിൾ ആണ്. അവിടെയും നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് മിസ്സാവാതെ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. ലേൺവൈസിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇഗ്നോനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, ഇഗ്നോയിലെ കോഴ്സസുകൾ നിങ്ങൾക്ക് ചെയ്യണം, അപ്പൊ അതിനെ കുറിച്ച് എന്തൊക്കെയാണെന്ന് അറിയണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ ലേൺവൈസിലോട്ട് നിങ്ങൾ വിളിക്കുക. ലേൺവൈസിൽ തുടർന്ന് കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കാം. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും എന്റെ ഭാഗത്തു നിന്ന് 1000 ആശംസകൾ കരുതുന്നവരെയാണ്. നല്ല രീതിയിൽ എക്സാം എഴുതുക, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളോടെ ഒരുപാട് ആശംസകളോടെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.